ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിങ്ങിലേക്ക് സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ പരീക്ഷയ്ക്ക് അടുത്ത് വന്നു അല്ലേ? നിങ്ങൾ ഇത് കണ്ടോ? നമ്മളുടെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ കണ്ടോ നിങ്ങൾ? ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ നമ്മളെ പരീക്ഷയിലേക്ക് കേട്ടോ. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? എല്ലാം എളുപ്പമുള്ള പാഠഭാഗങ്ങളല്ലേ? എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? എല്ലാ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വേഗം വേഗം പഠിച്ച് തുടങ്ങണം കേട്ടോ, പഠിച്ചിട്ടില്ലാത്തവർ. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ അടിസ്ഥാന പാഠാവലിയിൽ അവസാനത്തെ ഇല എന്നൊരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ്, അവസാനത്തെ ഇല എന്ന് പറയുന്ന പാഠഭാഗം എന്തായിരുന്നു? ഇതൊരു കഥയായിരുന്നു എന്ന് ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? വില്യം സിഡ്നി പോട്ടർ എന്ന് പറയുന്ന അമേരിക്കൻ സാഹിത്യകാരൻ എഴുതിയിരിക്കുന്ന ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു കഥയാണ് അവസാനത്തെ ഇല എന്ന പേരിലേക്ക് വിവർത്തനം ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. വില്യം സിഡ്നി പോട്ടറുടെ അല്ലേ തൂലികാ നാമമാണ് ഓ ഹെൻറി എന്നുള്ളതും നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇത് ആരെക്കുറിച്ചുള്ള കഥയാണ്? രണ്ട് പെൺകുട്ടികളാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അത് ജോൺസി എന്ന് പറയുന്ന നായിക അല്ലേ, നമ്മളുടെ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ബാധിച്ച് കിടക്കുന്ന ജോൺസി എന്ന് പറയുന്ന നായിക, അവളുടെ സുഹൃത്തായിട്ടുള്ള സ്യൂ എന്ന് പറയുന്ന കൂട്ടുകാരി. ഇത് രണ്ടുപേരും താമസിക്കുന്നതിൻ്റെ അടുത്ത് അല്ലേ ഒരു ബർമാൻ എന്ന് പറയുന്ന ചിത്രകാരൻ. അദ്ദേഹം ഒടുവിൽ എന്ത് ചെയ്യാണ്? ജോൺസിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ചിത്രം വരയ്ക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെടാ? ബർമാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ എന്താണ് കഥാപാത്ര നിരൂപണമാണ് അല്ലേ? അതെങ്ങനെ ചോദിക്കാം? അവസാനത്തെ ഇല എന്ന കഥയിലെ ബർമാൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു വിരൂപനായിട്ടുള്ള വൃദ്ധൻ എന്ന് പറയുന്നുണ്ട്. ഈ വൈരൂപ്യമൊക്കെ എന്താണ്? ഓരോരുത്തരുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ വിരൂപൻ ഒന്നും നമ്മൾ ആളല്ല, പക്ഷെ നമ്മളുടെ കഥയിൽ അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? വൈരൂപ്യം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒന്നും ഇല്ല അല്ലേ? കാരണം എല്ലാ മനുഷ്യരും അവരവരുടേതായ രീതിയിൽ സൗന്ദര്യമുള്ള ആളുകളാണ്. ഇപ്പോൾ വെളുത്ത സ്കിൻ ആവണമെന്നോ അല്ലെങ്കിൽ നല്ല പൊക്കം, ഇതൊന്നും സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമല്ല അല്ലേ? യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം എവിടെയാണ്? മനസ്സിലാണ് എന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുന്നത് അല്ലേ? അപ്പോൾ ഈ പദം ഇവിടെ കൊടുത്തുകൊണ്ട് ടീച്ചർ അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. മക്കളും അത് അങ്ങനെ വേണം മനസ്സിലാക്കുക അല്ലേ? ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു മോഡലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ബർമാൻ. അതായത് അദ്ദേഹത്തിന് ചിത്രം വരയ്ക്കാനായിരുന്നു താല്പര്യം, പക്ഷേ ചിത്രം വരയ്ക്കാനുള്ള അല്ലെ മോഡലിനെ ഇതാക്കാനൊന്നുമുള്ള പൈസ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം തന്നെ ഒരു മോഡലായിട്ട് പോവുകയാണ് ചിത്രകാരന്മാർക്ക് വേണ്ടിയിട്ടോ. പിന്നെ ഒരു ദിവസം അല്ലേ തൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു ചിത്രം അദ്ദേഹം വരയ്ക്കുന്നു വരുത് അദ്ദേഹം കാത്തിരിക്കുകയാണ് അല്ലേ? അങ്ങനെ പറയുന്നു, പക്ഷെ ഒരു വര പോലും അദ്ദേഹം ഇതുവരെ വരയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തൻ്റെ ജീവൻ രോഗത്താൽ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? ജോൺസി എന്ന് പറയുന്ന പെൺകുട്ടിയെ തൻ്റെ മക്കളെ പോലെ ബർമാൻ സ്നേഹിച്ചിരുന്ന രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന സ്യൂ എന്ന് പറയുന്ന പെൺകുട്ടിയും ജോൺസിയും. അതിൽ ജോൺസിക്ക് അസുഖം ബാധിച്ച് അല്ലേ ന്യൂമോണിയ ബാധിച്ച് ഏത് സമയം വേണമെങ്കിലും മരിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ജോൺസിയുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായി അല്ലേ അവസാനത്തെ ഇല വീണ് കഴിഞ്ഞാൽ മരിക്കും എന്ന് കരുതി അവൾ നോക്കിയിരുന്ന വള്ളിച്ചെടി എന്ത് ചെയ്യാണ്? ജീവൻ കൊടുത്ത് ചിത്രം വരച്ച് വെക്കുകയാണ് അല്ലേ? ആ വള്ളിച്ചെടി പോലെ മറ്റൊരു ചിത്രം മനസ്സിലാവാത്ത രീതിയിൽ എന്ത് ചെയ്യണോ? ബർമാൻ വരച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അവസാനത്തെ ഇല എന്ന കഥയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മോഡൽ പരസ്യചിത്രങ്ങൾ ചെയ്യുന്ന മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കാൻ മോഹിച്ചിരുന്ന ബർമാൻ എന്ന ചിത്രകാരൻ. ജോൺസിയുടെ വിശ്വാസം രക്ഷിക്കാൻ അല്ലേ എന്ത് ചെയ്യണോ? ജോൺസിയുടെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വള്ളിച്ചെടിയിൽ ഒരു ഇല വരച്ച് ചേർക്കുകയാണ് ബർമാൻ. ജോൺസിയുടെ അല്ലേ വിശ്വാസം രക്ഷിക്കാൻ വരച്ച് ചേർക്കുന്ന ബർമാനോട് എന്ത് ചെയ്യാണ്? കോച്ചുന്ന തണുപ്പത്ത് അല്ലേ അത്രയും കോടമഴയത്തും തണുപ്പിലൊക്കെ ഇരുന്നിട്ടാണ് അദ്ദേഹം അത് വരയ്ക്കുന്നത് അല്ലേ? അങ്ങനെ അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യാണ്. അപ്പോൾ മരണം കൊണ്ട് പോലും എന്ത് ചെയ്യാണ്? തൻ്റെ ചിത്രത്തിന് ജീവൻ നൽകുന്നു. മറ്റൊരു അല്ലെ ഒരു പെൺകുട്ടിക്ക് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ആര്? ബർമാൻ എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം അല്ലെ കാരുണ്യം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കുട്ടികളോടുള്ള കരുണ, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം. കഥാപാത്ര നിരൂപണത്തിൻ്റെ എന്താണ്? കഥയിലുള്ള സ്ഥാനം, പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വേഷം, രൂപം അല്ലേ ആ രൂപമൊക്കെ പറയുന്നുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ എഴുതണം. പ്രധാനപ്പെട്ട സംഭാഷണങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ കഥാപാത്ര നിരൂപണത്തിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ബർമാനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഇതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിച്ചേക്കാം. കാരണം അത്ര പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്.